ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നതിന്റെ ഇടയിലുള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ചിലരുടെ മനസ്സിൽ നമ്മൾ കല്ലായിരിക്കും, ചിലരുടെ മനസ്സിൽ നമ്മൾ ചാരമായിരിക്കും, ചിലരുടെ മനസ്സിൽ നമ്മൾ അലസനായിരിക്കും, മടിയനായിരിക്കും, ഒന്നിനും കൊള്ളാത്തവനായിരിക്കും, ചിലപ്പോൾ ചതിയനായിരിക്കും. ബട്ട് കറക്റ്റായിട്ടുള്ള നമ്മുടെ ലൈഫിൽ സ്യൂട്ടായിട്ടുള്ള ആളുടെ കണ്ണിൽ മാത്രം നമ്മൾ മനോഹരമായിട്ടൊരു കവിത പോലെ ആയിരിക്കും. ഏറ്റവും നന്നായി വായിക്കാൻ അറിയുന്ന ആൾക്ക് മാത്രമേ അതിലെ വരികളുടെ അർത്ഥം മനസ്സിലാവുള്ളൂ, ആ കവിത എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ശരിയല്ലേ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു പയ്യൻ വന്നിട്ട് പറയാണ് എനിക്ക് എന്റെ ഉമ്മാനേക്കാൾ വലുത് നീയാണെന്ന് പറഞ്ഞാ വിശ്വസിച്ച് അവനെ നമ്പാൻ പറ്റൂല. അവൻ ഉഡായിപ്പാണ്. കാരണം എന്താണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും പെയിൻഫുൾ ആയ സാധനം ലേബർ പെയിനാണ്. ഒരിക്കലും പെൺകുട്ടികളെ ആൺകുട്ടികൾ മത്സരിക്കരുതെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയോ? പെൺകുട്ടികളെ മത്സരിക്കരുത്. അവൾ 9 വയസ്സോ 14 വയസ്സോ തൊട്ട് ജീവിതത്തിൽ 20 25 മാസം, ഒരു മാസത്തിൽ 7 ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ പെയിനുകളിൽ ഒരു പെയിൻ അനുഭവിച്ചവളാണ്. അവളെ മെന്റൽ സ്ട്രെങ്ത് ഭയങ്കരമായിരിക്കും. പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് പെയിൻ ഓവർകം ചെയ്യാൻ പറ്റാത്തല്ല, വിശ്വാസവഞ്ചനക്ക് മാത്രം അവർ പരാജയപ്പെടും. ആ ഉമ്മയുടെ അടുത്ത് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവൻ. ആ ഉമ്മ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും ചോറ് പൊതിഞ്ഞ് നിങ്ങളെ ബാഗിലാക്കി നിങ്ങളെ ബിടെക്കിന് വിളിക്കാൻ MBA-ലേക്കാന്ന് പറഞ്ഞു വിടുമ്പോ MBA-യിൽ ഒരൊറ്റ ടീച്ചറോട് നിങ്ങൾ കമ്മിറ്റ്മെന്റ് കാണിക്കാന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ ക്ലാസ് കയറണം, നിങ്ങൾ ഇരുന്ന് പഠിക്കണം. എന്തിനാണെന്നറിയോ? ഒറ്റ കാരണത്തിന് നിങ്ങൾ ക്ലാസ്സിലേക്കാണ് പോണെന്ന്. അത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. ഈ തടി ഉറക്കാൻ നമ്മൾ തന്നെ എത്ര പ്രാവശ്യം എന്തൊക്കെ ചെയ്തതാ. അവസാനം നമ്മൾ തടിയനായിട്ട് മരിക്കാൻ തീരുമാനിച്ചു. പലതും ആ ജിമ്മിലൊക്കെ ഫസ്റ്റ് ഡേ അടിക്കണ കാണുമ്പോ ജിമ്മ് നിലനിൽക്കുന്നത് അഡ്മിഷൻ ഫീസ് കൊണ്ടാണ്. ചുറ്റുപാടും ചൂടില്ലെങ്കിൽ നമ്മൾ തണുക്കും. നമ്മളെ ചുറ്റും ചൂടുണ്ടാവണം. വീട്ടില് വല്ല ചൂടുണ്ടാവും. നമ്മളെ ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് പോയിട്ട് ഭാര്യയുടെ ഒരു കാര്യം പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് പ്രാന്താണ്.